ആഭിചാരക്രിയകളെ പറ്റിയുള്ള കഥകൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെ പല സ്ഥലങ്ങളിലും നിലനിന്നിരുന്നു. പല സിനിമകളിലും ഇതിനെപ്പറ്റിയുള്ള കഥകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് സിജിൻ എന്ന ടർക്കിഷ് സിനിമ. ഈ വാക്കിൻ്റെ അർത്ഥം പക അല്ലെങ്കിൽ അടങ്ങാത്ത പക എന്നാണ്. 2014 മുതൽ ഇറങ്ങിയ ഒരു ഹൊറർ മൂവി സീരീസ് ആണ് ഇത്. ടർക്കിഷ് സംവിധായകനായ ആൽപർ മെസ്സാണ് ഈ സിനിമയുടെ സംവിധായകൻ. ചില സീരീസിലെ സ്ക്രിപ്റ്റും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മൊസാലത്ത് എന്ന സിനിമ സംവിധാനം ചെയ്തതും ഇദ്ദേഹമാണ്. ഫസ്റ്റ് സീരീസ് 10 ആഴ്ച കൊണ്ട് 33 കോടി ആളുകൾ ആണ് കണ്ടത്. ആൽപർ മെസ് എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എല്ലാം സാധാരണ ആൾക്കാരുടെ ഇടയിൽ എത്തണം എന്നാണ്. അങ്ങനെ അദ്ദേഹം പുരാതന തുർക്കിയിലെ ആഭിചാരക്രിയകളെപ്പറ്റി അറിയാൻ ആയി അവിടെ ചെന്നു. ആൽപർ മെസ്സിൻ്റെ എല്ലാ സീരീസും അദ്ദേഹം അവിടെ കേട്ടറിഞ്ഞ കഥകളായിരുന്നു. സിജിൻ്റെ ഫസ്റ്റ് സീരീസിൽ പറയുന്നുണ്ട്, ഖുറാനിലെ 114 അധ്യായങ്ങളിൽ 2 അധ്യായങ്ങളിൽ സിജിൻ എന്ന വാക്ക് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീരീസിൽ ഞാൻ സിജിൻ എന്ന വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി വരെ ആഭിചാരക്രിയയ്ക്ക് ഇരയായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഖുറാനിലെ 83-ാമത്തെ അൽ മുത്താഫിസ് അതിൽ സിജിൻ എന്ന വാക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ദുർമാർഗികൾ നിശ്ചയമായും സിജിനിൽ എത്തും എന്നാണ്. പാപികളുടെ പേരെഴുതുന്ന ഒരു ഗ്രന്ഥമാണ് സിജിൻ എന്നും പറയപ്പെടുന്നു. അറബിയിൽ ഇതിന് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്, പാപം ചെയ്യുന്നവർ എത്തുന്ന നരകം. ടർക്കിഷ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് സിജിനിൽ എത്തുന്ന ആത്മാക്കളെ ആവാഹിച്ച് മനുഷ്യനെതിരെ ഉപയോഗിക്കാം എന്നാണ്. ഈ സീരീസിൽ പറയുന്നത് ഇതുപോലെയുള്ള ദുഷ്ട ആത്മാക്കളെ കുറിച്ചാണ്. വിസർജ്യം തിന്നുന്ന ജന്തുക്കളുടെ അവയെ ജീവനോടെ കൊന്ന് അവയുടെ കുടലിൽ മന്ത്രത്തകിട് ഇട്ട് 10,000 തവണ ആഭിചാരം ചെയ്യുന്ന ആളുടെ പേരും ജപിച്ച് ചില ദുർമന്ത്രങ്ങളും ജപിച്ച് ഇട്ടാൽ 3-ാം ദിവസം ഫലം ലഭിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ദക്ഷിണ തുർക്കിയിൽ ഇത് ചെയ്തിരുന്നത് സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു അത്രേ. ഇന്ത്യയിലും ഇതുപോലെയുള്ള ആഭിചാരക്രിയകൾ ഉണ്ടായിരുന്നു. പല വേദങ്ങളിലും ഇതുപോലെയുള്ള ആഭിചാരക്രിയകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ചൈനയിലും ഈജിപ്തിലും ഇതുപോലെ ഉണ്ടായിരുന്നു ആഭിചാരം. ഏകദേശം BC 3000-ൽ ചൈനയിലാണ് ഇതുപോലെയുള്ള ആഭിചാരം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. ആ കാലത്ത് നിലനിന്നിരുന്ന കൺഫ്യൂഷനിസത്തിൽ ദ ബുക്ക് ഓഫ് ചേഞ്ചിൽ ബ്ലാക്ക് മാജിക്കിനെ പറ്റി പറയുന്നുണ്ട്. ഹെയ്ത്തിയിൽ ഇതുപോലെയുള്ള ക്രിയകൾ ഉണ്ട് എന്നും പറയുന്നു. അവർ അതിനെ വുഡു എന്നാണ് വിളിച്ചിരുന്നത്. പാവയിലോ ജീവിയിലോ മനുഷ്യൻ്റെ ആത്മാവിനെ ആവാഹിക്കും. അതിനുശേഷം ഇത് നശിപ്പിച്ചാൽ മനുഷ്യൻ നശിക്കുന്നു എന്ന് അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ മരണത്തിലേക്ക് പോകുന്ന മനുഷ്യനെയും ഇതുപോലെ അവർ മരണത്തിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. നാഷണൽ ജിയോഗ്രഫി ചാനലിൽ ഇവരുടെ ഈ കഥകളെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ 4-ാം വേദത്തിൽ, അതായത് അഥർവവേദം അഗിരസകർപ്പത്തിൽ ഇതുപോലെയുള്ള ക്രിയകളെപ്പറ്റിയും പറയുന്നുണ്ട്. മന്ത്രങ്ങൾ എപ്പോഴും ശരിയായി ഉച്ചരിക്കണം, അല്ലെങ്കിൽ അത് തിരിഞ്ഞ് ഫലം തരും. പല മലയാള സിനിമകളിലും ഇതുപോലെയുള്ള ക്രിയകളെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ അഥർവം, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള അഥർവം, അത് കണ്ടിട്ടുള്ളവർ എപ്പോഴും ഓർക്കുന്നുണ്ടാവും. ഈ സിജിൻ സീരീസ് എല്ലാം വളരെ നല്ല സംവിധാന മികവ് കൊണ്ട് വളരെ നല്ല സിനിമകളാണ്. അപ്പോൾ അത് എല്ലാവരും കാണുക. ടർക്കിഷ് ഭാഷയിലാണ് ഈ സിജിൻ സിനിമകൾ ഉള്ളത്. അതിൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് SICCIN ആണ്. ഉച്ചരിക്കുന്നത് സിജിൻ എന്നാണ്. അപ്പോൾ ഈ സിജിൻ സിനിമകൾ സംവിധാന മികവ് കൊണ്ട് വളരെ നല്ല സിനിമകളാണ്. അതുമാത്രമല്ല, നമുക്ക് ഓരോ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന
ഒരുപാട് ദുരാചാരങ്ങൾ ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാനും കൂടെ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്ത് ചെയ്യുന്നതും നമുക്ക് നല്ലതിനായി ചെയ്യാം. അടുത്ത ഒരു കഥയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.